ഹായ് ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റോഡ് സംഭവിച്ച, അതായത് ഹൈവേയിൽ സംഭവിച്ച ആ ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനും ഇതുവരെ എന്തെല്ലാം അപ്ഡേറ്റുകളാണ്, അതായത് എന്തെല്ലാം ആക്ഷനാണ് ആ കമ്പനിക്കെതിരെ എടുത്തതും, അതുപോലെ തന്നെ ഈ ഒരു റോഡ് ഇപ്പോൾ തകർന്ന അവസ്ഥയുണ്ടല്ലോ, ഇപ്പോൾ ആരും ക്രെഡിറ്റ് എടുക്കാൻ റെഡിയല്ല എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? അതായത് കേന്ദ്ര സർക്കാരിനാണോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനാണോ? അങ്ങനെ കേന്ദ്ര സർക്കാരിനെ ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ക്രെഡിറ്റ് എടുക്കാൻ വന്ന കേരള സർക്കാരിനെ എന്താ പറയേണ്ടത് ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ എടുക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം, അതായത് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നിങ്ങൾ മാറിയതായി ശ്രദ്ധിച്ചാണ്. അപ്പോൾ എന്നും അതേ ആ മഞ്ഞ ബാക്ക്ഗ്രൗണ്ട് കണ്ട് നിങ്ങളും ബോറടിച്ചാണ്, ഞാനും ബോറടിച്ചു. അത് എഡിറ്റ് ചെയ്ത് അപ്പോൾ കുറച്ച് നാൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയതിന് ശേഷം തിരിച്ചതിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം. ആദ്യം തന്നെ അതായത് കേരള സർക്കാർ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, അതായത് ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു. അതായത് അടുത്ത വർഷം ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതായത് ജനങ്ങളുടെ അടുത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് പെൻഷൻ പെൻഡിങ് ആവുന്നതും, അതുപോലെ തന്നെ കുറേ പേരുടെ ശമ്പളം കിട്ടാത്തതും, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറേ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ആവുന്നതും, ആശാ വർക്കറുടെ പ്രശ്നം, ഇങ്ങനെ അതായത് എണ്ണിയാ തീരാവാത്ത പ്രശ്നങ്ങൾ സർക്കാരിനെതിരെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം മറക്കണമെങ്കിൽ എല്ലാ സർക്കാരും ചെയ്യുന്ന എന്താണ്, അതായത് അവരുടെ ഭരണ സമയത്ത് വന്ന ഏറ്റവും നല്ല പദ്ധതികൾ ജനങ്ങളിലോട്ട് അറിയിക്കും. അങ്ങനെ അറിയിച്ചൊരു പദ്ധതിയാണ് ഈ ഒരു റോഡ് എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾ 5500 കോടി രൂപ കൊടുത്തിട്ട്, അതായത് കേന്ദ്രത്തിൻ്റെയാണ് റോഡ് എന്ന് ആലോചിക്കണം. അപ്പോൾ സംസ്ഥാന സർക്കാർ അതിൽ വന്ന് ഇടപെട്ട് 5500 കോടി രൂപ കൊടുത്തുകൊണ്ടാണ് ഈ പദ്ധതി വന്നേ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കേരളം മൊത്തം, ഇപ്പോൾ അതായത് ഇന്ത്യ മൊത്തം അറിയുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയത്. ഇപ്പോൾ 5500 രൂപ കോടി കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തികച്ചും കൊടുത്തതാണ്. 5500 കോടി രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ലാൻഡ് അക്വിസിഷൻ്റെ 25% മാത്രമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അത് സർക്കാരും പറയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കൊന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ലാൻഡ് അക്വിസിഷന് മാത്രം കേന്ദ്ര സർക്കാരിന് ചിലവായത് 23,000 കോടി രൂപയാണ്. ഈ 23,000 കോടി രൂപയിൽ നിന്ന് 5,500 കോടി രൂപയാണ് കേരള സർക്കാർ കൊടുക്കാം എന്ന് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇവിടെയുള്ള കുറേ പൈസയും എല്ലാം ഇഷ്യൂസ് വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂവിൽ അതായത് കേരള സർക്കാരും കൂടെ ഇടപെട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ 23,000 കോടി രൂപയിൽ നിന്ന് 5,500 കോടി രൂപയാണ് ഇവർ കൊടുത്തത്. ഇത് ലാൻഡ് അക്വിസിഷനാണ്. ഇത് കഴിഞ്ഞിട്ട് ടെൻഡർ വിട്ടു. അതുപോലെ തന്നെ പല തരത്തിലുള്ള പിന്നെ കുറേ ഫണ്ട് വരും. അപ്പോൾ ആദ്യം എസ്റ്റിമേറ്റ് ചെയ്തതിനെക്കാട്ടിലും പിന്നെ ആ പൈസ കൂടി ഇപ്പോൾ ഏകദേശം 1.65 ലക്ഷം രൂപയോളമാണ് ആ റോഡിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ലാൻഡ് അക്വിസിഷൻ അടക്കം ചേർത്തുകൊണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ സോഴ്സിൽ നിന്ന് കിട്ടിയതാണ്. ഇത് കറക്റ്റ് ഡേറ്റ ആണോ എന്നറിയില്ല, പക്ഷേ എല്ലാ സോഴ്സിനും 1.5 ലക്ഷം രൂപ ഞാൻ കണ്ടതാണ് പുതിയ അപ്ഡേറ്റഡ് കോസ്റ്റ്. ഇതിൽ ഒരു 5,000 കോടി രൂപയാണ് കേരള സർക്കാർ കൊടുത്തത്. അപ്പോൾ കേരള സർക്കാർ ഈ 5,000 രൂപ കോടി കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സർക്കാരിന് ഇതിന് പ്രത്യേകിച്ച് പങ്കുണ്ടോ എന്ന് വെച്ചാൽ പങ്കൊന്നുമില്ല. അതായത് ഇത് ടെൻഡർ വിടുന്നതാണെങ്കിലും, അതുപോലെ തന്നെ ഇതിൽ അതായത് കാര്യങ്ങൾ നോക്കുന്നതാണെങ്കിലും, എഞ്ചിനീയറിംഗ് എല്ലാം NHAI എന്ന് പറയുന്ന അതോറിറ്റീൻ്റെ കീഴിലാണ്. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ. ഇത് ആരുടെ കീഴിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ് നിതിൻ ഗഡ്കരി. അത് ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോൾ ഉള്ള മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മന്ത്രിയും കൂടിയാണ് നിതിൻ ഗഡ്കരി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം കേരള സർക്കാർ അടിച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞാലും അതായത് അത് അവരുടെ ഒരു വ്യാമോഹം കൊണ്ട് മാത്രം ചെയ്തതാണ്. പക്ഷേ ഇതിൽ കേരള സർക്കാരിന് ഒരു ബന്ധവുമില്ല. അതായത് ഈ ഒരു കാര്യം ഞാൻ സത്യം പറയാം. കാരണം അതായത് ക്രെഡിറ്റ് എടുക്കാൻ വന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ പഴി കേൾക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അവർക്ക് ഈ പഴി മൊത്തമായിട്ടും സെൻട്രലിൻ്റെ തലയിൽ വെക്കായിരുന്നു. കാരണം ഇതിൽ ഓരോ കാര്യങ്ങൾ സർവേ എടുക്കുന്നത് തൊട്ടും പണിയെടുപ്പിക്കുന്നതും, അതുപോലെ തന്നെ കമ്പനീനെ തീരുമാനിക്കുന്നതും ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തന്നെ വരുള്ളൂ. അത് ആ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് ആയിട്ടും കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. ഇപ്പോൾ BJP-ക്കാർ പറയുന്ന കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കേരള സർക്കാർ വന്ന് ഈ ക്രെഡിറ്റ് എടുത്തല്ലോ എന്ന്. എങ്ങനെ ക്രെഡിറ്റ് എടുത്താലും എല്ലാവർക്കും അറിയാം അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ ഈ റോഡ് പൊളിഞ്ഞുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ ആ ക്രെഡിറ്റ് കേരള സർക്കാർ വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഈ റോഡ് നന്നാക്കുമ്പോഴും ആ ക്രെഡിറ്റ് വേണ്ട എന്ന് അവർ പറയും എന്ന് വിശ്വസിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഇപ്പോൾ ഏകദേശം അന്വേഷണങ്ങളെല്ലാം തുടങ്ങി. കമ്പനിക്കെതിരെ അതായത് 2 വർഷം ഡീബാർ ചെയ്തു എന്ന് വെച്ച് ഈ പദ്ധതിയിൽ നിന്ന് മൊത്തം അവർ പോവില്ല. അതായത് ഈ ബിഡിങ്ങിനൊന്നും അവർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഇനി ഇതിൽ കൂടുതലായിട്ടും പരിശോധനകൾ നടക്കുന്നുണ്ട്. അതായത് അവിടെ കംപ്ലീറ്റ് ആയിട്ടും എന്താണ്, അതായത് എന്തെങ്കിലും കറപ്ഷൻസ് നടന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് ചിലപ്പോൾ ചില കേസസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇവർ ഈ ലാൻഡ് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റഡി ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ ഒരു ലാൻഡിൻ്റെ മണ്ണിൻ്റെ എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് മറ്റെവിടെയും ഉണ്ടെങ്കിൽ അവർ അതേ സാമ്പിൾ എടുത്തിട്ടായിരിക്കും ഇവിടെയും എടുത്തിട്ടുണ്ടാവുക. പക്ഷേ കേരളത്തിലുള്ള അതായത് ജിയോഗ്രാഫി കംപ്ലീറ്റ് ആയിട്ടും ഡിഫറൻ്റ് ആണ്. ഇതിൽ അവർക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയതാണോ, അല്ലെങ്കിൽ കമ്പനി എന്തെങ്കിലും കറപ്ഷൻസ് കാട്ടിയതാണോ, ഇതിനെക്കുറിച്ചെല്ലാം കംപ്ലീറ്റ് അന്വേഷണം നടക്കുന്നുണ്ട്. 29-ാം തീയതി അതായത് കോടതിക്ക് ഒരു പ്രാഥമിക റിപ്പോർട്ട് പോലെ കൊടുക്കേണ്ടതുമാണ്. ഇപ്പോൾ ഇതിൽ ഓപ്പണായിട്ട് BJP-ക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് അതെ, ഈ ഒരു റോഡ് പൊളിഞ്ഞതിന് ഞങ്ങൾ കംപ്ലീറ്റ് അക്കൗണ്ടബിലിറ്റിയും എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട്
ഇത് അവർ ഇപ്പോൾ ഏത് പാർട്ടി സമ്മതിക്കുന്നോ ആ പാർട്ടിക്ക് പിന്നീട് ഇത് ക്രെഡിറ്റ് എടുക്കാവുന്നതുമാണ്. അതായത് ഈ പദ്ധതി എന്തായാലും ഇവിടെ വെച്ച് നിർത്തില്ല, അവിടെ മേമ്പാലം ഇട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ബ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും ആക്കിയായിരിക്കും അവർ ഇനി ആ പദ്ധതി അവിടെ കൊണ്ടുപോകാൻ പോകുന്നത്. എങ്ങനെയാണെങ്കിലും അതായത് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ആ സ്പീഡിൽ നിന്ന് കുറച്ചൊന്ന് ഡിലേ വരും. അതായത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നും കൂടെ വീണ്ടും പരിശോധിക്കേണ്ടതാണ്. അതായത് ഈ കമ്പനി മാത്രമല്ല പണിയെടുക്കുന്നത്, എല്ലാ കമ്പനിയും ഇത് പണിയെടുക്കട്ടെ. അപ്പോൾ അവരൊക്കെ പണിതയിൽ എത്രമാത്രം സേഫ്റ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും ഫുള്ളായി അനലൈസ് ചെയ്ത് ഞാൻ ഇപ്പോഴും പറയുന്നു, അതായത് ഇപ്പോൾ ഏത് സർക്കാർ അക്കൗണ്ടബിലിറ്റി എടുക്കുന്നോ അവർക്കിത് വീണ്ടും അതിൻ്റെ ലാഭം അവർക്ക് പിന്നീട് കിട്ടുന്നതാണ്. അതായത് ഇത് പണി പൂർത്തിയാവുമ്പോൾ ഇങ്ങനെ ഇട്ടുപോയില്ല, ഞങ്ങളാണ് ഇത് അപ്പോൾ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമോ എനിക്ക് പറയാനുള്ളൂ ആ റോഡിനെ കുറിച്ച്. അല്ലാണ്ട് അതായത് ഇതെല്ലാം സംഭവിക്കുന്നതാണ്, പക്ഷേ ഈ സംഭവിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് ദൈവത്തിൻ്റെ കുരുത്തം എന്ന് പറയാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ.